ഹേ ഗൈസ്, അപ്പോൾ രാവിലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഇന്ന് നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് വരെ പോവാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ടാണോ എന്ന് അറിയില്ല, ട്രാക്കിലൊന്നും ഒറ്റ ട്രെയിനും കാണുന്നില്ല. അങ്ങനെ ഒരുവിധം നമ്മൾ തപ്പി കണ്ടുപിടിച്ച് നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഒരുത്തൻ അകത്ത് കയറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അകത്ത് കയറിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി സെറ്റായിട്ടിരിക്കണം. അപ്പോൾ ഇതാ അനുവിടെ നേരത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കയറി നമ്മളിരുന്ന് ട്രെയിൻ എടുത്ത് എന്തായാലും അങ്ങനെ നമ്മൾ നേത്രാവതി പാലം ക്രോസ് ചെയ്യാണ്. അപ്പോൾ മംഗലാപുരത്ത് വന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ പാലം. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അതിന് ഉറക്കം തുടങ്ങി. ഇനിയിപ്പോൾ അവിടെ എത്തുന്നവരെ ഇവൻ ഉറക്കം തന്നെ ആയിരിക്കും. അങ്ങനെ ഇവൻ്റെ ഉറക്കം കഴിഞ്ഞ് നമ്മൾ നേരെ കണ്ണൂർ വന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ 4 ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അനു ഒരു ബസ് കാണിച്ചു തന്നിട്ട് ആ ബസ്സിലാണ് പോകേണ്ടതെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പോകേണ്ടത് വേറെ ബസ്സിലാണ്. അങ്ങനെ ഒരുവിധം നടന്ന് നമ്മളൊരു ബസ്സിൽ കയറി. അപ്പം ഇതിൽ കുറച്ച് അമ്മത്തെ യാത്ര ഉണ്ട്. അങ്ങനെ ഇതിൽ കയറി നമ്മൾ നേരെ വന്ന് പറശ്ശിനി ഇറങ്ങി. അപ്പം ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിനി ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ നേരെ പോയി ഓരോ ഓട്ടോയിലും കയറി. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് പോയി നോക്കാം. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണോ അറിയില്ല, നല്ല തിരക്കുണ്ട് എന്തായാലും. അങ്ങനെ നമ്മളിവിടെ വന്ന് ഇറങ്ങിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഓട്ടോ. അപ്പോൾ ഇതിന് ടാറ്റ ബൈ കൊടുത്ത് വിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറി. ഇവിടെ മൊത്തം നല്ല തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ച ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാലും കഴുകി ഇതൊക്കെ ഒന്ന് നോക്കി നിന്ന് നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോട്ടോ ഒന്നും അലോഡല്ല. അങ്ങനെ നമ്മൾ തൊഴുത് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ നിന്ന് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് എല്ലാവരും എടുത്ത് സ്റ്റോറി ഇടുന്ന ആ ഒരു വ്യൂ. അങ്ങനെ അതും കണ്ട് നമ്മളിനി നേരെ പോകുന്നത് ഈ കാണുന്ന ബോട്ടിലോട്ട് കയറാനാണ്. അപ്പോൾ അങ്ങനെ നേരെ നടന്ന് അതിൻ്റെ കൗണ്ടറിൻ്റെ അടുത്തെത്തി. 50 രൂപയുള്ള ടിക്കറ്റ്. അപ്പോൾ 2 ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ബോട്ടിനകത്തോട്ട് കയറി. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഡ്രൈവർ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി നിന്നപ്പോഴാണ് പുറത്തത്തെ ഈ ഒരു വ്യൂ കാണുന്നത്. ബോട്ടിൽ നിന്നുള്ള ഈ ഒരു വ്യൂ എന്തായാലും അടിപൊളി തന്നെയാണ്. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ സംഭവം എന്തായാലും നൈസ് വൈബാണ്. എന്തായാലും വരുന്നവരെന്തായാലും ഒന്ന് ബോട്ടിങ്ങും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വാവ, ഒരു കൊച്ചു കുട്ടി. അപ്പോൾ ആ വാവ വന്നിരുന്ന് വണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാനായി. അപ്പോൾ നമ്മളിങ്ങോട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഇനി നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നല്ല തിരക്കാണ്. 2 ഫ്ലോർ മൊത്തം ക്യൂ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പ്ലാന് ഉപേക്ഷിച്ചിട്ട് നമ്മൾ നേരെ ഇനി പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ നിറയെ കടകളാണ്. നിറയെ കടകൾ പറഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വള, മാല കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നുമില്ല, അധികവും ലേഡീസ് ഐറ്റംസ് ആണ്. ഇപ്പോൾ ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവിടെ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ, പിന്നെ ഈ കാണുന്ന മയിൽപ്പീലി, ഇതൊക്കെയാണ് മെയിൻ സംഭവം. പിന്നെ കുറേ കൃഷ്ണന്മാരോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർക്ക് മേടിക്കാൻ വന്നിട്ട്. അങ്ങനെ ഫുഡ് ഐറ്റംസ് അതും ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല ഇങ്ങനെ വേറെ കുറേ സംഭവങ്ങൾ, ലേഡീസ് ബാഗ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ വാങ്ങാൻ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതാണ് മെയിൻ കാര്യം. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇവിടെ വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കണ്ട്. ഇത് ഞാൻ അധികം എവിടെയും കണ്ടില്ല. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇവിടെ കാറുകൾ കുറേ കണ്ട്. കാറ് നമുക്കൊരു ക്രേസ് ആണെങ്കിലും ഇപ്രാവശ്യം മേടിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് വളയൻ്റെ സ്ഥലത്ത്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം നോക്കി നിന്ന് അതും കഴിഞ്ഞ് ഇവിടുത്തെ ചേച്ചിക്ക് ഒരു ടാറ്റ ബൈ ബൈയും കൊടുത്ത് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇനി പുറത്തോട്ട് പോവുകയാണ്. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയും വിളിച്ച് നമ്മൾ നേരെ ഇനി പോവുകയാണ് കേസ്. അങ്ങനെ നേരെ ഇവിടെ വന്ന് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ്സും കയറി. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ അതിനിവിടെ കഷ്ടപ്പെട്ട് വിൻഡോ തുറക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മളിനി തിരിച്ചു പോവുകയാണ് കേസ്. ബൈ.